ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്ത രാഹുൽ ഗാന്ധിയുടെ നേരത്തെ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ട്, അതുടൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് നാളെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നതാണ് സൂചന. അപ്പോൾ ആ ഹൈഡ്രജൻ ബോംബ് എന്താണ് എന്ന് നാളെ അറിയാം. വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കാണ് വിളിച്ചിരിക്കുന്നത്. വിനീത വി ജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, നേരത്തെ വോട്ട് ചോരി ആരോപണം അത് അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാണോ നാളത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം? അത് പൊട്ടും നാളെ എന്ന് കരുതാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ നാളെ രാഹുൽ ഗാന്ധി പുറത്തുവിടാനുള്ള ഒരു സാധ്യതയുണ്ട്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട അതിന്റെ സമാപന ദിവസമാണ് തന്റെ പക്കലൊരു ഹൈഡ്രജൻ ബോംബ് ഉണ്ട് എന്നും അത് താൻ ഉടനെ അത് പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BJP കരുതിയിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പും അന്ന് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. BJPക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറായിക്കോളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒപ്പം തന്നെ BJPക്കെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പൊട്ടിച്ചത് അതൊരു ആറ്റം ബോംബായിരുന്നുവെന്ന് ആണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ പക്കലൊരു ആറ്റം ബോംബ് ഇട്ട് അത് താൻ പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞിരുന്നു. പിന്നാലെയാണ് മഹാരാഷ്ട്രയിലടക്കമുള്ള കർണാടകയിലടക്കമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ അത് സാധൂകരിക്കുന്നുള്ള തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും BJPയെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ആ തെളിവുകൾ അത് വലിയ രീതിയിലേക്ക് പ്രതിരോധത്തിലേക്കൊക്കെ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നൊക്കെയുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകട്ടെ എന്നൊക്കെയാണ് BJPയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പിന്നാലെയാണ് അദ്ദേഹം പറയുന്നത്, അന്ന് ഞാൻ ആറ്റം ബോംബ് പൊട്ടിച്ചിരുന്നു, ആ ആറ്റം ബോംബ് എന്താണ് എന്ന് നിങ്ങൾക്ക് അന്ന് ഞാനത് പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ, അതിനേക്കാൾ വലിയൊരു ബോംബ് എന്റെ പക്കലുണ്ട്, അതാണ് ആ ഹൈഡ്രജൻ ബോംബ് എന്നായിരുന്നു അന്ന് ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന ദിവസം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ നാളെ അദ്ദേഹം പൊട്ടിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ BJPക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ടേക്കുമെന്ന് തന്നെയാണ് നമുക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ ഉള്ള ചില വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതാണെങ്കിലും രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം നാളെ 10 മണിക്കാണ്. ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ട് എന്ന് വോട്ടർ അധികാര യാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അത് നാളെ പൊട്ടിക്കാനാണോ ഈ വാർത്താ സമ്മേളനം എന്നറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഒക്കെ എതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ എന്തൊക്കെയോ ചില വെളിപ്പെടുത്തലുകൾക്ക് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. അതായിരിക്കാം ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം എന്നാണ് സൂചനകൾ. നാളെ രാവിലെ 10 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം AICC ആസ്ഥാനത്ത്. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.